സോ എന്താണ്, ഓൾറെഡി കരഞ്ഞുകൊണ്ടാണോ വരവ്? കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടാണോ വരവ് ഓരോരുത്തരുടെ? ഓക്കെ, പറ. എനിക്ക് ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ദാറ്റ് ഈസ് മോസ്റ്റ് പവർഫുൾ ആൻഡ് മോസ്റ്റ് ഇഫക്റ്റീവ് എന്നൊരു കാര്യം വന്നപ്പോൾ സെയിൻറ്റ് ജെയിംസ് ചാപ്റ്റർ 5 സീക്രട്ട് വേഴ്സ് 16 പറയുന്നുണ്ടല്ലോ, നീതിമാന്റെ പ്രാർത്ഥന ഏറ്റവും ഇഫക്റ്റീവ് ആൻഡ് ഫലദായകമായിരിക്കും. വളരെ ശക്തിയുള്ളതും ഫലദായകവും. The prayer of the righteous is powerful and effective. Powerful with great power, effective with great effect. Good. So ഈ powerful and effective ആവണമെങ്കിൽ automatically there will be a fruit. So what fruit are we expecting from prayer? നമ്മളെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മളുടെ it is within the restriction of our eyes, that is നമ്മൾ കാണപ്പെടുന്നത്, that is temporary. നമ്മൾ ദൈവവചനം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, that നമ്മൾ കാണുന്നത് എല്ലാം തന്നെ അത് നശ്വരങ്ങളാണ്. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ്. എവിടെ പറഞ്ഞിരിക്കുന്നത്? 2 Corinthians 4:16. ഓക്കെ, 2 Corinthians 4:16. chapter 4. ഓക്കെ. അപ്പോൾ ആ ഒരു ടെമ്പററി കാര്യങ്ങൾ കണ്ടുവച്ചിട്ടാണ് ഞാൻ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത്. ബട്ട് പ്രെയർ ഇൻ ഇറ്റ് സെൽഫ് ഷുഡ് ടച്ച് ഇറ്റേണിറ്റി. എന്നാലാണ് അത് ഫ്രൂട്ട്ഫുൾ ആവുക. ബിക്കോസ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് വാട്ട് ഗിവ്സ് അസ് ദ ട്രൂ ഫില്ലിംഗ് എഫക്റ്റ് ഓഫ് പ്രെയർ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മളെ തന്നെ തിരിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ടു ബി ഫ്രൂട്ട്ഫുൾ ഓഫ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഓർക്കുന്നുണ്ട് ദാറ്റ് ഹൗ മച്ച് ഐ ലാക്ഡ് ഇൻ പ്രെയർ, ബട്ട് ഹൗ നൗ. ഇപ്പോൾ കമ്മ്യൂണിറ്റി റോസറി ഉണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ ആ കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്ന് ഞാൻ അല്ല ഇപ്പോൾ മുട്ടുത്തുന്നത് കമ്മ്യൂണിറ്റി പ്രെയറിൽ. അപ്പോൾ ഹൗ ടു മെഡിറ്റേറ്റ് സിംപ്ലി ഓൺ ദ റോസറി ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ റോസറി എന്ന് പറയുമ്പോൾ ഈശോൻ്റെ മിസ്റ്ററീസാണ് നമുക്ക് റിവീൽ ചെയ്ത് തരുന്നത്. ഈശോൻ്റെ ഒപ്പം യാത്ര ചെയ്യുകയാണ്. സോ ഓരോ ഡെക്കേഡിലും ഹൗ ടു പ്രേ ദ റോസറി. ഇവിടെ MHRൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും എങ്ങനെ കൊന്തെത്തിക്കുക എന്ന് പഠിച്ചത്. അപ്പോൾ അതിലൊരുപാട് ജോയ് ഉണ്ട്. ദാറ്റ് ഞങ്ങൾ കൊന്ത വെറുതെ എത്തിക്കല്ല, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, മുട്ടുകുത്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു ജോക്കുണ്ട് അല്ലേ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും മുട്ട് പരിശോധിക്കുകയാണ്, അവൻ എത്ര മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, മുട്ടുമ്പോൾ തയമ്പുണ്ട്, കളറ് മാറിയിട്ടുണ്ട് അല്ലേ? ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഒന്നും അധികം മുട്ടുകുത്തില്ല. കാരണം എന്താ, ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇനി കളറ് മാറിയ മുട്ട് കാണില്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പം മുട്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടോ? മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിന് എഫക്റ്റ് ഉണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ട്. വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ട് അല്ലേ? ബിക്കോസ് അത്ര ശബ്ദത്തിലൊന്നും മുട്ടുകുത്തണ്ട. ടീനേജർ ആയതിൻ്റെ ആ ഒരു ശക്തി മുട്ടുമ്പോൾ കാണിക്കണ്ട, ഠും എന്നുള്ള സൗണ്ടോട് കൂടി. എന്നാലും കർത്താവിനോടുള്ള ആ ഒരു ഹരൊക്കെ വരുമ്പോൾ മുട്ടുകുത്തുമ്പോൾ സൗണ്ട് ഇട്ടും. ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കാന്നാണോ ദൈവവചനം? ഏലിയ പ്രവാചകൻ, എൻ്റെ അമ്മേ, ഏലിയ പ്രവാചകന്റെ പോലെ. അപ്പോൾ മുട്ടിന്റെ എല്ല് പൊട്ടിക്കാതെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഒരു സജഷൻ. അപ്പോൾ ഞങ്ങൾ റോസറി കമ്മ്യൂണിറ്റി റോസറി മെഡിറ്റേറ്റ് ചെയ്യുന്നത്, വി ഹാവ് ഇൻറ്റൻഷൻസ്. ഓരോ ഡെക്കേഡിനും ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തിരുസഭയുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ ഞങ്ങൾ ബെനിഫാക്ടേഴ്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ പ്യൂരിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. ബിക്കോസ് കർത്താവ് നമ്മളെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. ന്യൂ ജെറുസലേം, പിന്നെ ന്യൂ ഹെവൻ ആൻഡ് എർത്ത്. നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷന് വേണ്ടി സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം കാത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ആ ഓരോ മിസ്റ്ററീസിനും ഓരോ ഇൻറ്റൻഷൻ ഞങ്ങൾ പറയും. ബട്ട് വൈൽ റിസൈറ്റിംഗ് ദ റോസറി ആ ഒരു ഇൻറ്റൻഷനേക്കാൾ ഉപരിയായി ആ മിസ്റ്ററിയിലേക്ക് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കും. ദാറ്റ് ഈസ് എക്സാമ്പിൾ the first mystery, the joyful mysteries, the Annunciation.
അപ്പോൾ ദി അനൗൺസിയേഷനിൽ വരുമ്പോൾ ഓക്കെ പരിശുദ്ധാത്മാവ് വരുന്നു, ഗബ്രിയേൽ ദൂതൻ വരുന്നു, പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്ററിയിലേക്ക് നമ്മൾ കുറച്ചും കൂടി ആഴപ്പെട്ട് പോകുകയാണെങ്കിൽ ന്യൂ ലൈറ്റ് ഓൺ ദാറ്റ് മിസ്റ്ററി റിവീൽ ആയി കിട്ടും. ഹൗ ഹോളി മദർ ഫെൽറ്റ് അറ്റ് ദാറ്റ് മൂമെൻറ്റ്. അപ്പോൾ ആ സമയത്ത് വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദി ഇൻറ്റൻഷൻ, ലൈക്ക് ഇൻ കേസ് നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വി ടേക്ക് ദാറ്റ് ആസ് എൻ എക്സ്ക്യൂസ് ടു തിങ്ക് അബൌട്ട് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്കും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകാൻ ഒരു ചാൻസ് ഉണ്ട്. ബട്ട് ടു ഹാവ് ദിസ് പവർഫുൾ ആൻഡ് ഇഫക്റ്റീവ് പ്രെയർ, നമ്മൾ ഒരു കോട്ട തന്നെ നമ്മൾ ചുറ്റും കെട്ടണം. ലൈക്ക് ഇറ്റ് ഈസ് ദ ഹാർട്ട് ദാറ്റ് പ്രേസ് CCC പറഞ്ഞു വെക്കുന്നുണ്ട്, CCC 2563. അപ്പോൾ it is because the heart is where God withdraws, it's where God is, it's where I withdraw എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ഒരു കോട്ട കെട്ടണം ചുറ്റും. കർത്താവും പിന്നെ നമ്മളും വി വിത്ഡ്രോ ടു ആ ഹാർട്ട് വെൻ വി പ്രേ. അതല്ലേ കഥകടച്ച് പ്രാർത്ഥിക്കാന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വേൾഡിൽ ഇങ്ങനെ ഇരിക്കുന്നേക്കാളും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ. അപ്പോൾ അതായിരിക്കുമ്പോൾ ഒരു നമുക്ക് പൂർണ്ണമായിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഞാൻ പ്രാപ്തിയായിട്ടില്ല, പക്ഷെ അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ത്രൂ എവറി പ്രെയർ. ബിക്കോസ് ഹാർട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് എ റൈച്ചസ് പേഴ്സൻ്റെ പ്രെയർ. അപ്പോൾ ഒരു നീതിമാന്റെ പ്രാർത്ഥന ഫലദായകമായിരിക്കുന്നത്, ഏറ്റവും ശക്തിയേറ്റതും ഫലദായകമായിരിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഹി പ്രേസ് ഫ്രം ദ ഹാർട്ട്. അപ്പോൾ ഹാർട്ടിൽ ദൈവവചനമുണ്ട്. ഹാർട്ടിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ ദൈവവചനം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ സിമ്പിൾ തിങ്സ് ഞാൻ നോക്കാറുള്ളത് ഒബേ ചെയ്യാൻ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. യുവർ അതോറിറ്റീസിന് ഒബേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേലെ വെക്കുന്ന ആര് തന്നെയാണ് DFL ഡെയിലി ഫങ്ഷനിങ് ലീഡർ. ഞങ്ങൾക്ക് ഓരോ ടൈറ്റിൽസ് ഒക്കെ ഉണ്ട്. ILK, ദർ ഇസ് ഇന്റേണൽ ലൈഫ് കീപ്പർ. അപ്പോൾ അങ്ങനെ ഓരോ ടൈറ്റിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസ്, ദാറ്റ് ഈസ് കർത്താവിൽ നിന്ന് വരുന്നത്, I don't expect it directly from God. ബിക്കോസ് അതിനായിട്ടുള്ള വിശുദ്ധിയിൽ ഞാൻ വളർന്നിട്ടില്ല. അതിനായി വളരാൻ വേണ്ടിയാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് വളരാൻ എൻ്റെ മേലെ പ്ലേസ് ചെയ്തിരിക്കുന്ന അതോറിറ്റീസ്, ചർച്ച് അതോറിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മുമ്പേ വന്ന എൻ്റെ സീനിയേഴ്സ് ആയിരിക്കാം. അവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഞാൻ വിശ്വസ്തയായിരിക്കുന്നുണ്ട്. ഇറ്റ് വാട്ട് ഇൻറ്റൻഷൻ ആം ഐ ഒബേയിങ് ഇറ്റ്. അത് എഫക്റ്റ് ചെയ്യും നമ്മുടെ ഹാർട്ടിനെ. എന്ത് രീതിയിലാണ്, എന്ത് ഉദ്ദേശശുദ്ധിയോടെയാണ് ഏതൊരു പ്രവൃത്തിയും ഏതൊരു തോട്ടും നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ പ്യൂരിറ്റി ഓഫ് ഹാർട്ട് മേക്സ് ദ ഹാർട്ട് മോർ സേഫർ ഫോർ us to dwell in. കർത്താവിന് ഇറങ്ങി വരാൻ ആയിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കി വെച്ചാലാണ് നമ്മളും കർത്താവുമായിട്ടൊരു സംഭാഷണം കുറച്ചും കൂടിയും ഫ്രൂട്ട്ഫുൾ ആവുക. യെസ്. ആ ഒരു ദാവീദിനെ പറ്റി പറയുന്നില്ലേ, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ. ഓക്കെ, അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യരായി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. So I'll just complete on the rosaries thing. I think I left that. അപ്പോൾ റോസറി അത് പ്രാർത്ഥിക്കുമ്പോൾ ആളുടെ പേര് ഓർക്കുന്നില്ല, ഇൻറ്റൻഷൻ പറഞ്ഞു. കീപ്പിംഗ് ഇൻറ്റൻഷൻസ് ഫോർ എവറിത്തിങ് യു ഡു ഇസ് ക്വൈറ്റ് പവർഫുൾ ആക്ച്വലി. ഇവിടെ മോണസ്ട്രി ജോയിൻ ചെയ്ത ഓക്കെ ഒരു പ്രെയർ ലൈഫ് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് മൈ ഹോൾ ലൈഫ് വാസ് നൗ എ റിട്രീറ്റ്. ഞാൻ ഓർത്തിട്ടുണ്ട് ദാറ്റ് വീട്ടിലായിരിക്കുമ്പോൾ ഒരുപാട് തവണ ധ്യാന സെൻറ്ററിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഓക്കെ പാപത്തിൽ നിന്ന് മോചനം കിട്ടി, ഓക്കെ എല്ലാം പോയി, ഓക്കെ ലോകം മാറി, കുറച്ചും കൂടി നാൾ ഇവിടെ നിന്നാൽ മതി, ഓക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് വട്ടം മദർ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മൾ അറിയാതെ തന്നെ കുറേ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആൻഡ് എവറി വൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ റെസ്പോൺസ് ടു സംബഡീസ് ക്രൈ ഔട്ട്സൈഡ് ഇൻ ദ വേൾഡ്. സത്യത്തിന് വേണ്ടി, ദൈവത്തിന് അറിയാൻ വേണ്ടി. അപ്പോൾ each priest, each religious is ഒരു മീഡിയേറ്റർ ടു ഗോഡ്. അപ്പോൾ അതായി മാറാൻ വേണ്ടിയായിട്ട് കർത്താവ് വിളിക്കുമ്പോൾ അതിന് വേണ്ടിയായിട്ടുള്ള ഒരു പ്രെയർ വേണം. സോ ദ റെസ്പോൺസിബിലിറ്റി അപ്പോൺ അവർ ഷോൾഡേഴ്സ്, ഈ MHRലായിരിക്കുന്ന ഓരോരുത്തർക്കും ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ വൺ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ലിവ് അപ്പ് ചെയ്യാൻ, ഫോർ ദ പ്രീസ്റ്റ് ആൻഡ് റിലിജിയസിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കാരുണ്യ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിട്ട് ഉരുക്ക് മനുഷ്യത്തികളെ വാർത്തിയെടുക്കുവാണ്. The iron woman in prayer. Yes, okay. Because ഒരു ബാറ്റിൽ ആണ് prayer. Intercessory prayer is the battle. അപ്പോൾ ആ ഒരു വലിയൊരു ബാറ്റിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ
പോരാട്ടം, സമരസഭയിലുള്ള ഒരു നിരന്തരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കേണ്ടവരാണ്. അപ്പോൾ ഈ ഒരു പോരാട്ടത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടിയായിട്ടുള്ള ആയുധങ്ങൾ ധരിക്കണം. എഫേഷ്യൻസ് 6:10-17 ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളെ റൈസിങ് കഴിഞ്ഞിട്ട് 2 ദൈവവചനമാണ് ഞങ്ങൾ പറയുന്നത്. എഫേഷ്യൻസ് 6:10-17 ആൻഡ് വിസ്ഡം ചാപ്റ്റർ 6 sacred verse 11 onwards. അപ്പോൾ ഈ ദൈവവചനം നമ്മളെ ദൈവവചനത്താൽ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഇറ്റ് മേക്സ് us more strong. സോ അങ്ങനെ യെസ്. അപ്പോൾ പ്രാർത്ഥന കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ, അതിൻ്റെ വഴികളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമുക്കും നമ്മളെ ശ്രവിക്കുന്നവർക്കൊക്കെ സാധിക്കട്ടെ.